നമസ്കാരം. ഇന്ന് മെയ് 12 തിങ്കളാഴ്ചയാണ്. ഇന്ന് ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹം ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാണ്. തന്മൂലം ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇന്നേ ദിവസം ഇവർക്ക് സംഭവിക്കുന്നതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുമുണ്ട്. അതേക്കുറിച്ചും വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവന്റെ നാമങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓം നമഃശിവായ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, രോഹിണി, മകീരം എന്നീ നക്ഷത്രക്കാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം, അഥവാ ഇടവം രാശിയെ സംബന്ധിച്ചിടത്തോളം, ശിവകൃപയാൽ പ്രധാനപ്പെട്ടതായും പ്രതിസന്ധികൾക്ക് അഥവാ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരിടുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം അത്തരം കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഒരു പരിധിവരെ വിജയം കാണുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അകലും. ജീവിതത്തിൽ വിജയത്തിനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കോ തടസ്സമായി നിൽക്കുന്ന ആ കാര്യങ്ങളെ ഒഴിവാക്കുവാൻ, തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ജോലിയുമായി ബന്ധപ്പെട്ട് മുന്നേറ്റങ്ങൾ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പലവിധ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. അത്തരം ചില പ്രയാസങ്ങൾ അകലുകയും സമാധാനം ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ലഭിക്കാവുന്നതായ ചില സാഹചര്യങ്ങൾ, അനുകൂലമായ അവസരങ്ങൾ കടന്നു വരാം. ഭാഗ്യം തുണയ്ക്കാം. സന്തോഷ വാർത്തകൾ, ശുഭകാര്യങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്നു ചേരാം. എന്നാൽ ഈ സമയം മറ്റുള്ളവരാൽ ചില കാര്യങ്ങൾ തെറ്റിദ്ധരിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ എടുക്കുക, ദേഷ്യം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷമായി ഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രക്കാർ. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ ശിവകൃപയാൽ നേടിയെടുക്കുവാൻ സാധിക്കുകയോ അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുകയോ ചെയ്യാം. പല കാര്യങ്ങളിലും പ്രതിസന്ധികൾ ഒരു പരിധിവരെ അകലുകയും വലിയ ഭാഗ്യം തന്നെ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ദാമ്പത്യ കാര്യത്തിൽ അല്പം അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ശ്രമിക്കുകയാണ് എങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യുവാനുള്ള വഴികൾ തെളിയാം. സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ, പ്രതീക്ഷിക്കുന്നതായ ധനം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ശത്രുക്കൾ പോലും മിത്രങ്ങളാവുകയോ അല്ലെങ്കിൽ ശത്രുക്കളുടെ ദോഷകരമായ ചില കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. തടസ്സങ്ങൾ അകലുകയും ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. തൊഴിൽപരമായ ഉയർച്ച, പണം കൈകളിലേക്ക് എത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സാമ്പത്തിക പ്രയാസങ്ങൾക്ക് അല്പം ആശ്വാസം ലഭിച്ചു എന്ന് വരാം. എന്നാൽ ഇന്നേ ദിവസം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസം സാഹസികപരമായ കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായ സാഹചര്യവും ജീവിതത്തിലുണ്ട്. ഇന്നേ ദിവസം പൊതുവിൽ ഭഗവാന്റെ അനുഗ്രഹമുള്ള ദിവസമാണ്. അതിനാൽ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാൻ, ദോഷകരമാകുന്ന ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാനുള്ള ചില ഉൾവിളികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇന്നേ ദിവസം ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക.
കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല പ്രയാസങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അത്തരം പ്രയാസങ്ങളിൽ ചിലതെങ്കിലും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ ദിവസമായി തന്നെ മാറാം. ശിവകൃപയാൽ ഭാഗ്യ ദിവസമായി തന്നെ ഇന്നേ ദിവസം നിങ്ങൾക്ക് മാറാം. പല വ്യക്തികളും നിങ്ങളെ സഹായിക്കുന്നതായ സാഹചര്യങ്ങൾ, വിജയത്തിന് തടസ്സമായി നിൽക്കുന്നതായ പല കാര്യങ്ങളും അകലുന്നതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒഴിവാക്കുക, ജോലിയിൽ മുന്നേറ്റം നടത്തുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പ്രയാസങ്ങൾ ഒരു പരിധിവരെ അകലുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം. സന്തോഷം, സമാധാനം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരും. അത്ഭുതകരമായ ചില മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ്. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നിറവേറ്റുവാൻ അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെട്ടു എന്ന് വരാം. കൂടാതെ ഈ സമയം കാര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ പ്രയാസങ്ങൾ തരണം ചെയ്യുവാൻ സഹായകരമായ സഹായം ലഭിക്കുകയോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളിൽ നിന്നും സഹായം നിങ്ങൾക്ക് വന്നു ചേരുകയോ ചെയ്യാം. കൂടാതെ ഈ സമയം അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്ന ദിവസമാണ്. ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. അനുകൂലമായ മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള ദിവസം, ധനപരമായ നേട്ടങ്ങളിലേക്ക് നയിക്കാവുന്ന ദിവസം കൂടിയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം പ്രധാനമായും ചില പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ദാമ്പത്യ സൗഖ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ തേടിയെത്താം. ഈ സമയം നിങ്ങൾക്ക് ഭഗവാന്റെ കൃപാകടാക്ഷം ഉള്ളതിനാൽ ദുരിതപൂർണമായ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ ഈ സമയം പ്രത്യേകിച്ചും ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം ചില തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ എടുക്കുവാൻ സാധിക്കാതെ ചില തടസ്സങ്ങൾ, വിഷമങ്ങൾ വന്നു ചേരാം. അത് ഒഴിവാക്കുവാൻ സാധിക്കും. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. കൂടാതെ ഇന്നേ ദിവസം ദേഷ്യം ഒഴിവാക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തുക. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം എന്നീ നാളുകാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ദിവസമായി തന്നെ ഇന്നേ ദിവസത്തെ പരാമർശിക്കുവാൻ സാധിക്കും. സന്തോഷം, സമാധാനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ഗുണകരമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ കാര്യങ്ങളെ അനുകൂലമാക്കുവാനും അത് ധനപരമായ നേട്ടങ്ങളിലേക്കോ മറ്റ് നേട്ടങ്ങളിലേക്കോ നയിക്കുവാൻ സാധിക്കുന്നതുമാണ്. പ്രത്യേകമായ നേട്ടങ്ങൾ കടന്നു വരുന്നതിനോടൊപ്പം കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വലിയ രീതിയിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. ആഗ്രഹിച്ചതായ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു. കൂടാതെ ഇന്നേ ദിവസം പ്രധാനമായും ജീവിതത്തിൽ മികച്ച ചില അവസരങ്ങൾ കടന്നു വരാം. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിലൂടെ നേട്ടങ്ങൾ ഇരട്ടിയാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ശ്രദ്ധയോടെ മുന്നോട്ട് പോകുവാൻ ഇന്നേ ദിവസം സാധിക്കും. എങ്കിലും ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. സംസാരം അല്പമൊന്ന് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഈ കാര്യങ്ങൾ പ്രധാനമായും ഇന്നേ ദിവസം ശ്രദ്ധിക്കുക. എന്നാൽ ഇന്നേ ദിവസം പ്രധാനമായും കുടുംബപരമായും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. ഗുണകരമായ ചില മാറ്റങ്ങൾ വന്നു ചേരും. മനസ്സിനെ അലോസരപ്പെടുന്നതായ ചില പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം പ്രധാനമായും തൊഴിൽപരമായും സാമ്പത്തികപരമായും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അഭിവൃദ്ധിക്ക് സഹായകരമായ ചില പ്രവൃത്തികൾ ചെയ്യുവാനുള്ള സാധ്യതകളുണ്ട്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാനുള്ള സാധ്യത, താൽക്കാലികമായ ആശ്വാസം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഇന്നേ ദിവസം ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. ശുഭവാർത്തകൾ പോലും കേൾക്കുവാൻ സാധിക്കുന്നതായ ദിവസമാകുന്നു. ഇന്നേ ദിവസം ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോകണം. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം, അത്തം, ചിത്തിര എന്നീ നാളുകാർ. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം
വളരെ അനുകൂലമായ കാര്യങ്ങൾ പരമശിവന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആരോഗ്യപരമായ മാറ്റങ്ങൾ, ഉയർച്ച വന്നു ചേർന്നു എന്ന് വരാം. പല രീതിയിലും അനുകൂലമായ മാറ്റങ്ങൾ, അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. സമയം തെളിയുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേർന്നു എന്ന് വരാം. സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ, നേട്ടങ്ങൾ ആരംഭിക്കുന്നതായ ദിവസമായി തന്നെ മാറാം. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ, സാമ്പത്തികമായ സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പ്രശ്ന പരിഹാരങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയോ അപ്രതീക്ഷിതമായി സംഭവിക്കുകയോ ചെയ്യാം. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. അത് പല കാര്യങ്ങളിലും പ്രകടമാകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഇന്നേ ദിവസം പ്രധാനമായും ജീവിതത്തിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കടം വാങ്ങാതെ മുന്നോട്ട് പോകുവാൻ ഒരു പരിധിവരെ സാധിക്കുന്ന ദിവസമായി തന്നെ മാറാം. കൂടാതെ വിദ്യയിൽ ഉയർച്ച നേടുക, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പ്രതീക്ഷിക്കാതെ തന്നെ ചില വ്യക്തികൾ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഇന്നേ ദിവസം പണം ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ ധനപരമായ നഷ്ടങ്ങളിലേക്ക് അത് കാരണമായി തീരും, അല്ലെങ്കിൽ എത്തിച്ചേരാവുന്നതുമാണ്. കൂടാതെ ഇന്നേ ദിവസം ആരുമായി സംസാരിക്കുമ്പോഴും സംസാര കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക.